കോഴിക്കോട് ആസ്ഥാനമായി 25,000 ജനസംഖ്യാ പരിധിയായ സ്ഥലത്ത് ഒരു NBSCക്ക് വേണ്ടി, അഖിലേന്ത്യാ തലത്തിൽ 50,000 NBSCക്ക് വേണ്ടി മംഗല്യനിധി എന്ന പേരുള്ള 660 പേജുകളുള്ള ഒരു DPR അവതരിപ്പിക്കുകയാണ് ഇവിടെ. NBSC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. DPR ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട്. 10 സർക്കിളും 50 ഡിവിഷനും 500 സബ് ഡിവിഷനും 5000 ബ്രാഞ്ചുമായാണ് പദ്ധതി മാനേജ് ചെയ്യുന്നത്. ഒരു ബ്രാഞ്ചിൻ്റെ കീഴിൽ 10 വീതം 50,000 സെഗ്മെൻറ്റുകൾക്കാണ് പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ കഴിയുന്നത്. DPRൻ്റെ പ്രത്യേകതകൾ, ആവശ്യകതകൾ, ഉപഭോക്താവ്, വിൽപ്പന രീതി, വില എന്നിവയും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലാഭം കുറച്ച് കൂടുതൽ ബിസിനസ് നേടി കൂടുതൽ ലാഭം നേടുകയാണ് ബിസിനസ്സിൻ്റെ വാണിജ്യ രഹസ്യം. ഉദാഹരണത്തിന് 2,500 രൂപ മാസത്തവണയുള്ള ഒരു 40 മാസത്തെ ഒരു ചിട്ടിക്ക്, അതായത് 1,00,000 രൂപ സ്ഥല ചേരുമ്പോൾ 5% കമ്മീഷൻ കിട്ടുമ്പോൾ കമ്പനിക്ക് 500 പേർ ചേർത്താൽ 25 ലക്ഷം രൂപ ലാഭം വരുന്നു. അതിൽ ടാക്സും കാര്യങ്ങളും ഏജൻറ്റിൻ്റെ കമ്മീഷനെല്ലാം കിഴിക്കുക. അതേസമയം ഈ 5% കമ്മീഷനിൽ 1% സമ്മാനത്തിനായി മാറ്റിവെച്ചാൽ, 1% എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ 1% 1000 രൂപയാണ്. സമ്മാനത്തിനായി മാറ്റിവെച്ചാൽ ബാക്കി 4% കമ്പനിക്ക് ലാഭമായി ലഭിക്കുന്നത്. അപ്പം 4% ഈ സമ്മാനത്തിനായി 1000 രൂപ മാറ്റി വെക്കുമ്പോൾ 500 ആൾക്ക് ബദൽ 1000 പേരെ ചേർക്കാൻ കഴിയുന്നു. അപ്പോൾ 1000 ഇൻറ്റു 4% ഇൻറ്റു 1,00,000 4% 4,000. അപ്പോൾ 40 ലക്ഷം രൂപ ലാഭം ലഭിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ചെലവുകളെല്ലാം ഏകദേശം കണക്കാണ്. അപ്പോൾ 1% കുറക്കുന്നത് കൊണ്ട് നഷ്ടമല്ല, ലാഭമാണ് എന്ന് കാണിക്കാനാണ് ഞാനിവിടെ ഇത് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ രീതിയിൽ 1000 രൂപ ഒരാളത്ത് മാറ്റി വെക്കുമ്പോൾ 1000 രൂപ ഒരാളത്ത് മാറ്റി വെക്കുമ്പോൾ 1000 വരിക്കാരനുമായി 10 ലക്ഷം രൂപ സമ്മാനം നൽകാനായിട്ട് NBSCക്ക് കഴിയുന്നു. അപ്പോൾ 25,000 ജനസംഖ്യാ പരിധിയ സ്ഥലത്ത് 1 വീതം 50,000 NBSCയും കൂടി 10 ലക്ഷം ഇൻറ്റു 50,000 സമം 5,000 കോടി. പത്ത് ലക്ഷം ഇൻറ്റു 50,000 NBSC സമം 5,000 കോടി. അപ്പോൾ ഇത് ഓൾറെഡി ഉപഭോക്താവിന് ഒരു പൈസയും നഷ്ടമില്ല. അവരുടെ പൈസ എന്നല്ല, കമ്പനിയുടെ ലാഭത്തിൽ നിന്നാണ് 1% മാറ്റി വെക്കുന്നത്, 1000 രൂപ. അതിലൂടെയാണ് 5,000 കോടി സമ്മാനം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 10 സെഗ്മെൻറ്റിലെ 1000 പേർക്കും 1000 ഇൻറ്റു 10 10,000 20 പവൻ വീതവും ഒരു സെഗ്മെൻറ്റിലെ 1000 പേർക്കും 1000 ഇൻറ്റു 1 50 ലക്ഷം രൂപ വീതവും സമ്മാനം നൽകാൻ കഴിയുന്നു. അതായത് ഒരു സെഗ്മെൻറ്റിൽ 1000 ആൾക്കും 50 ലക്ഷം രൂപ സമ്മാനം നൽകുമ്പോൾ, അല്ലെങ്കിൽ 10 സെഗ്മെൻറ്റിലെ 1000 പേർക്കും 10,000 പേർക്കും 20 പവൻ വീതം സമ്മാനം നൽകുമ്പോൾ ഈ അവസരം ആരാണ് പാഴാക്കുക? അതാണ് ലാഭം കുറച്ചാൽ കിട്ടുന്ന ലാഭം.
ആർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താവാൻ കഴിയുന്നത്? ഇന്ത്യയിൽ പ്രതിവർഷം 1.5 കോടിയിലധികം വിവാഹം നടക്കുന്നു. അതായത് 4 വർഷം കൊണ്ട് 6 കോടിയിലധികം വിവാഹം. ഒരു സെഗ്മെൻറ്റിൽ ഏകദേശം 1200. അപ്പോൾ 1000 പേർക്കാണ് നമ്മൾ ഈ പദ്ധതി അനുവദിച്ചിരിക്കുന്നത്. 200 പേരായിട്ടാണ്. എന്നിട്ട് പോലും നമ്മൾ 15 ദിവസം വരെ, പദ്ധതി ആരംഭിച്ച് 15 ദിവസം വരെയാണ് ഇവർക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നത്. തുടർന്ന് പൊതുവായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കും, ഈ കാറ്റഗറിയിൽപ്പെടാത്ത സ്ത്രീകൾക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് 40 മാസം കൊണ്ട് 1000 പേർക്ക് മാത്രമേ ഈ പദ്ധതിയുടെ ഗുണഭോക്താവാൻ കഴിയുകയുള്ളൂ. മാസവരുമാനക്കാർക്ക് 1 ലക്ഷം രൂപ ഒന്നിച്ച് ലഭിക്കാൻ 3 മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുക. ഒന്ന് എന്ന് പറയുന്നത് നമ്മളൊരു ചിട്ടിയിൽ ചേരും. 2500 മാസ തവണയുള്ള 40 മാസം ഒരു ചിട്ടിക്ക് കയറുമ്പോൾ 1 ലക്ഷം രൂപ ലഭിക്കുന്നു. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഓരോ മാസവും സ്വരൂപിച്ച് നമ്മൾ കൈവശം വെക്കലാണ്. ഇത് മൂന്നിൻ്റെയും വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ചിട്ടിക്കിപ്പോൾ 2500 വെച്ചിട്ട് 40 ആൾ ചേർന്ന്, അപ്പോൾ 1 ലക്ഷം രൂപ സ്ഥലം. അപ്പോൾ ആദ്യത്തെ മാസ തുക 2 ആൾക്ക് ഓതി വെക്കുന്നു. അപ്പോൾ 50,000 രൂപ 2 പേർക്ക് കിട്ടും. അങ്ങനെ തുടർന്ന് ഓരോ മാസവും ഇങ്ങനെ 2 പേർക്ക് കിട്ടുമ്പോൾ 20 മാസം കൊണ്ട് എല്ലാവർക്കും 50,000 രൂപ കിട്ടും. രണ്ടാമത്തെ ടേമിൽ വീണ്ടും 20 മാസം കൊണ്ട് എല്ലാവർക്കും 50,000 രൂപ കിട്ടും. അപ്പോൾ ആദ്യത്തെ ടേമിൽ 1-ാമത്തെ മാസം കിട്ടിയാൾക്ക് 2-ാമത്തെ ടേമിൽ 20-ാമത്തെ മാസം കിട്ടുക. ആദ്യത്തെ ടേമിൽ 2-ാമത്തെ മാസം കിട്ടിയാൾക്ക് 2-ാമത്തെ 19-ാമത്തെ മാസം, 3-ാമത്തെ ടേമിൽ 18, ഇങ്ങനെ പിന്നെ താഴോട്ട് മേലോട്ടായിട്ട് വരും. 4-ാമത്തെ ടേമിൽ 17, 5-ാമത്തെ ടേമിൽ 16, ഇനി 6-ാമത്തെ ടേം ഫസ്റ്റ് കിട്ടിയ ആൾക്ക് 15, 7-ാമത്താക്ക് 14, 8-ാമത്താക്ക് 13, 9-ാമത്താക്ക് 12, 10-ാമത്താക്ക് 11. ഈ രീതിയിലാണ് ഇതിൻ്റെ ചാർട്ട്. ഇതിലൂടെ എന്താ എല്ലാവർക്കും 50,000 രൂപ അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നു. 50% അഡ്വാൻസ് ആയി ലഭിക്കുന്നു. അപ്പോൾ 50% അഡ്വാൻസ് ആയി ലഭിക്കുമ്പോൾ 50,000 രൂപ നമുക്ക് ഫസ്റ്റ് മാസം തന്നെ ലഭിക്കും. ആദ്യത്തെ മാസം ലഭിച്ചേക്ക് ആദ്യത്തെ മാസം കിട്ടിയില്ലെങ്കിലും ആദ്യത്തെ മാസം കിട്ടാത്ത ആൾക്ക് പിന്നെ 20-ാമത്തെ മാസം കിട്ടുവാണെങ്കിലും അയാൾക്ക് 20-ാമത്തെ മാസം 1 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും 50,000 രൂപയായിരിക്കും അഡ്വാൻസ് ആയി കണക്ക് കൂട്ടുക. ഈ 50,000 രൂപക്ക് നമ്മൾ സ്വർണം വാങ്ങി നിക്ഷേപിക്കുകയാണെങ്കിൽ അപ്പോൾ 50,000 രൂപയ്ക്ക് ഏകദേശം ഒരു 12% വാർഷിക മൂല്യവർദ്ധനവ് കണക്കാക്കുക. കഴിഞ്ഞ വയസ്സിലെ 26%, പക്ഷേ അത് നമ്മളിപ്പോൾ നോക്കണ്ട, 12% വാർഷിക മൂല്യമായിട്ട് കണക്ക് കൂട്ടുക. അപ്പോൾ 12% കിട്ടുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 6,000 രൂപ, ഒരു വർഷത്തേക്ക് 6,000 രൂപ. അപ്പോൾ 6,000 രൂപ ഒരു മാസം കണക്ക് കൂട്ടുകയാണെങ്കിൽ 500 രൂപ. 500 × 40 മാസം 20,000 രൂപ. അപ്പോൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50,000 രൂപയുടെ സ്വർണം, 20,000 രൂപ മൂല്യവർദ്ധനവ്, ലാസ്റ്റത്തെ 50,000 രൂപ, 40-ാമത്തെ മാസം കിട്ടുന്ന 50,000 രൂപ, 1,20,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ 1,20,000 രൂപയാണ് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുക. ഇതിൽ 2,500 × 40 മാസം 1 ലക്ഷം രൂപക്ക് 5% കമ്മീഷൻ, അതിന് 5,000 രൂപ. 5,000 രൂപയും കഴിച്ചിട്ട് 1.15 സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്നു. ഒരു ചിട്ടിയിലൂടെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്നു. അതേസമയം ഇത് നമ്മൾ 2,500 രൂപ വെച്ചിട്ട് ബാങ്കിൽ 40 മാസം കൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ, അതിന് ഇൻട്രസ്റ്റ് 10,000 രൂപയും, 1,10,000 കിട്ടുക.
ഇവിടെ ചിട്ടി ചേർന്ന് സ്വർണ്ണത്തിന് നിക്ഷേപിക്കുന്നത് 1,15,000 രൂപ വരുന്നു. അപ്പം ബാങ്കിലിടുന്നേക്കാളും 5,000 രൂപ ലാഭമാണ്. അപ്പം ബാങ്കിൽ നിക്ഷേപിച്ചതിനേക്കാൾ 5,000 രൂപ ചിട്ടിയിലൂടെ നേടുന്നു നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കാണുമല്ലോ. ഇനി നമ്മൾ കയ്യിൽ വെച്ചാണെങ്കിൽ 2,500 വെച്ച് 40 മാസം വരെ കയ്യിൽ വെക്കുകയാണെങ്കിൽ 1,00,000 രൂപയല്ലാതെ 1 രൂപ പോലും വർദ്ധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല മാർഗം ചിട്ടിയിൽ ചേരുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിട്ടിയുടെ സുരക്ഷിതത്വം. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്വർണം മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്. വേറെ മറ്റുള്ള ധനകാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദ്ധതിയല്ല. അപ്പോൾ 50,000 രൂപ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വർണം വാങ്ങി നമ്മൾ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RGDS എന്നൊരു സ്കീമിൽ ആരുടെ പേരിലാണോ, ഏത് അംഗത്തിൻ്റെ പേരിലാണോ അയാളുടെ പേരിൽ അയാൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ അതിനൊരു ബോണ്ട് കൊടുക്കും. ഈ ബോണ്ട് സെക്യൂരിറ്റി ആയിട്ട് കമ്പനിക്ക് നൽകണം. ഈ പണം പൂർണ്ണമായി അടച്ചാൽ മാത്രമേ ബോണ്ട് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് 100% സുരക്ഷിതമാകുന്നു. ഈ RJDS വെക്കുമ്പോൾ ചെറിയൊരു ശതമാനം പലിശ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും കമ്പനിക്ക് എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. 0.1% കമ്മീഷൻ SBI കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ലോക്കറിൽ നിക്ഷേപിക്കുമ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ലോക്കർ സൂക്ഷിക്കുന്നത്. ഈ SBIയുടെ RJDS വെക്കുമ്പോൾ 0.5% കമ്മീഷൻ ഇങ്ങോട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകുന്ന എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നില്ല. രണ്ടാമത് പിന്നെ ഈ ചേർന്ന ആൾക്കാർ പൈതിക്കുന്ന കൊഴിഞ്ഞു പോകുന്നൊരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ 5% കമ്മീഷൻ കഴിച്ച് ബാക്കിയുള്ള തുക മാത്രമേ അവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് ആദ്യം എഗ്രിമെൻറ്റ് ചെയ്യും. ഇനി അഥവാ ആ സ്ഥാനത്ത് വേറൊരാൾ വരുവാണെങ്കിൽ ഈ 5% അവർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സമ്മാനത്തിന് അർഹതയുണ്ടാവില്ല. ഈ സമ്മാനം എന്ന് പറയുന്നത് ഓരോ 4 മാസം കൂടുന്തോറും തിരഞ്ഞെടുത്തിട്ടാണ് സമ്മാനം കൊടുക്കുക. അപ്പോൾ 4 മാസം കൊണ്ട് 1,000 ഇങ്ങനെ കിട്ടും. 10 ടേം 40 മാസം കൊണ്ട് 10 ടേമിൽ 1,000 20 പവൻ വീതം കിട്ടും. കൂടാതെ അവസാനത്തെ മാസം 1,000 ഒരു സെഗ്മെൻറ്റിൽ 1,000 50,00,000 രൂപ വീതം ബമ്പർ സമ്മാനവും ലഭിക്കും. ഒരു പ്രദേശത്തുള്ള 1,000 ആൾക്കും 50,00,000 രൂപ അല്ലെങ്കിൽ 20 പവൻ സമ്മാനം കിട്ടുമ്പോൾ ആരാണ് ഈ പദ്ധതി ഉപേക്ഷിക്കുക? അതേസമയം ഇതൊന്നുമില്ലാതെ ആൾക്കാർ ചിട്ടി ചേരുന്നുണ്ട്. 10,000-ത്തോളം രജിസ്റ്റേർഡ് ചിട്ടി കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ഇതൊന്നുമില്ലാതെ ആൾക്കാർ ചിട്ടി ചേരുന്നുണ്ട്. രണ്ടാമത് ഇതൊന്നുമില്ലാതെ ആൾക്കാർ സ്വർണം മേടിക്കുന്നുമുണ്ട്. മാത്രമല്ല ആർക്കും മാറ്റിവെക്കാൻ കഴിയുന്ന മാസത്തവണയാണ്. ഒരു പ്രദേശത്ത് 25,000 ജനസംഖ്യകളെടുത്ത് വെറും 1,000 മാത്രമേ ഈ പദ്ധതിയുള്ളൂ. 40 മാസത്തിനുള്ളിൽ 1,000 മാത്രമേ ഉള്ളൂ. 40 മാസം കഴിഞ്ഞാൽ ഇനി അടുത്ത ടൈമിലേക്ക് പദ്ധതി പോവുകയുള്ളൂ. അതാണ് മംഗല്യനിധി പദ്ധതിയുടെ പ്രത്യേകതകൾ. ഇനി നമുക്ക് സമ്മാന പദ്ധതിക്ക് വേണ്ടിയിട്ട് 8 ഡിജിറ്റുള്ള ഒരു നമ്പർ ഓരോ അംഗത്തിന് നൽകുന്നു. ഈ രീതിയിൽ 2 നമ്പർ ഓരോ അംഗത്തിന് നൽകും. ഓരോ നമ്പറും വ്യത്യസ്തമായിരിക്കും. 8 ഡിജിറ്റാണ്. 1 2 3 4 5 6 7 8 ഡിജിറ്റാണ്. ഇത് ഓരോ അംഗത്തിനും വ്യത്യസ്തമായിരിക്കും നമ്പർ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ 10 കോടി നമ്പറുകൾ വ്യത്യസ്ത നമ്പർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 10 കോടി വ്യത്യസ്ത നമ്പറുകൾ ഒരാൾക്ക് 2 വീതം ഒരു സെഗ്മെൻറ്റിൽ 1,000 2,000 വീതമാണ് ഒരു സെഗ്മെൻറ്റിൽ കൊടുക്കുന്ന നമ്പർ. എന്തിനാണ് 2 നമ്പർ കൊടുക്കുന്നത് വെച്ചാൽ ഒരു നമ്മൾ കൊടുക്കുന്ന നമ്പറും അവർക്ക് ഇഷ്ടമുള്ള നമ്പറും ഇത് രണ്ടും കൂടിയാണ് 2,000 നമ്പർ. ഏതെങ്കിലും ഒരു നമ്പറിനാണ് സമ്മാനം അടിക്കുക. ഇനി സമ്മാനം അടിക്കുന്ന രീതി ഒന്ന് നോക്കാം. ഇങ്ങനെ ഈ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നറുക്കെടുക്കുന്നു. അപ്പോൾ 8 ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഈ 8 ബോക്സിലും 10 നമ്പർ ഉണ്ടാവും. 1 മുതൽ 0 മുതൽ 9 വരെയുള്ള 10 നമ്പർ ഉണ്ടാവും. 80 നമ്പർ. ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ നമ്പറും തിരഞ്ഞെടുക്കുന്നു ഈ രീതിയിൽ. അങ്ങനെയാകുമ്പോൾ സമ്മാന പദ്ധതി 100% സുതാര്യമാക്കാൻ കഴിയും.
ഇതെങ്ങനെയാണ് സമ്മാന പദ്ധതിക്കുള്ള ടോക്കൺ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എ 25-4-69-54, ബി 476-63-18. ഇങ്ങനെ 2 നമ്പറാണ് കിട്ടിയെങ്കിൽ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് സമ്മാനം നടത്തുന്നത്? ഇതിന് 8 ബോക്സ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ഓരോ ബോക്സിലും 10 നമ്പറാണ്. ഈ 10 നമ്പറിൽ നിന്ന് ഒരു ബോക്സിൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു. അപ്പോൾ 10 × 8 80 നമ്പറാണ് മൊത്തം ഉള്ളത്. വെറും 80 നമ്പർ കൊണ്ടാണ് 10 കോടി നമ്പറുകളെ നമ്മൾ ഇതിലേക്ക് ചുരുക്കിയിരിക്കുന്നത്. വെറും 80 നമ്പർ മാത്രം 10 കോടി നമ്പറാണ് ഇതിൽ ചുരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ഒരു നമ്പർ എടുക്കുന്നത് ബി. അപ്പോൾ ബി ഉള്ള ആൾക്ക് പ്രൈസ് കിട്ടും. ഇതിനകത്ത് നിന്ന് എടുത്തപ്പോൾ 2 കിട്ടിയത്. ഇതിനകത്ത് എടുത്തപ്പോൾ 5. ഇതിനകത്ത് എടുത്തപ്പോൾ 0. 5ാമത്തെ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ 4 കിട്ടിയത്. 6ാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ 3 കിട്ടിയത്. 7ാമത്തെ ബോക്സിൽ നിന്ന് 9, 8ാമത്തെ ബോക്സിൽ നിന്ന് 6. അപ്പം ബി 250 43 6 ആരാണുള്ളത്? അയാൾക്ക് 1 കോടി രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ അയാൾ ഏത് സെഗ്മെൻറ്റിലാണോ ഉള്ളത് ആ സെഗ്മെൻറ്റിലെ 1000 പേർക്കുമാണ് 990. ഇയാളും കഴിച്ച് 999 പേർക്കാണ് 20 രൂപ ലഭിക്കുന്നത്. അതുപോലെ ബമ്പർ സമ്മാനത്തിൽ ഇതേപോലെ നറുക്കെടുത്തിട്ട് വിന്നറായിട്ടുള്ള ആൾക്ക് 5 കോടി രൂപയും NBFCക്ക് 5 കോടി രൂപയും, ഈ വിന്നർ ഏത് സെഗ്മെൻറ്റിലാണോ ഉള്ളത് ആ സെഗ്മെൻറ്റിലെ 999 പേർക്കും 50 ലക്ഷം രൂപയും എടുക്കുന്നു. ഇത്രയും 100% സുതാര്യമായാണ് പദ്ധതി. വെറും 80 ബോക്സിൽ നിന്നാണ്, വെറും 8 ബോക്സിലെ 10 നമ്പർ, 80 നമ്പർ കൊണ്ടാണ് 10 കോടി നമ്പറുകളെ നമ്മൾ ഇതിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്മാന പദ്ധതിയാണല്ലോ ഈ പദ്ധതിയുടെ വാണിജ്യ വിജയരഹസ്യം. ഒരു പ്രദേശത്തുള്ള 1000 പേർക്കും 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 രൂപ സമ്മാനം ലഭിക്കുന്ന ഈ അവസരമാണ് ഈ പദ്ധതിയുടെ വാണിജ്യ വിജയരഹസ്യം. അപ്പോൾ ഓരോരുത്തർക്കും ഏതാണ് നമ്പർ അനുവദിച്ചതെന്ന് പരസ്പരം അറിയണം. അതാണ് DPRൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഓരോ ബ്രാഞ്ചിനും ഓരോ സെഗ്മെൻറ്റിനും ഓരോ കോഡ് ഉണ്ടാവും. ഒരു സെഗ്മെൻറ്റിൻ്റെ കോഡ് വേറെ സെഗ്മെൻറ്റ് ഉണ്ടാവില്ല. 200 പേജുകളിലാണ് സെഗ്മെൻറ്റ് കോഡുകൾ, 50,000 സെഗ്മെൻറ്റ് കോഡുകൾ നമ്മൾ DPRൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഓരോ ബ്രാഞ്ചിനും കൊടുത്ത നമ്പറുകൾ ഏതെല്ലാം അതെല്ലാം DPRലുള്ളത്. അതുതന്നെ ഈ 660 പേജിൽ എന്തെല്ലാം DPR ഉള്ളത് നോക്കാം. 10-12 പേജോളം നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലാണ് എങ്ങനെയാണ് ഇതെടുക്കുന്നത്, ഈ പറഞ്ഞ എങ്ങനെയാണ് കുറിയുടെ ലാഭം കാര്യങ്ങളെല്ലാം 12 പേജുള്ളത്. ഇരുന്നൂറ്റി 50ഓളം പേജുകളിൽ ഒരു ബ്രാഞ്ചിന് കിട്ടേണ്ട മാസ്കോട്ട് നമ്പറുകളാണ്. 2000 നമ്പറുകളാണ് 250 പേജുകളുള്ളത്. 2000 നമ്പറുകൾ, ഓരോ നമ്പറും വ്യത്യസ്തമാണ്. ഈ നമ്പറിൽ നിന്നാണ് ബ്രാഞ്ചിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട നമ്പർ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത 200 പേജിൽ ബ്രാഞ്ച് കോഡുകളാണ്, സെഗ്മെൻറ്റ് കോഡുകളാണ്. അത് 200 പേജുണ്ട്. സെഗ്മെൻറ്റ് കോഡ് ഏത് സെഗ്മെൻറ്റാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള കോഡുകളാണ്. പിന്നെ 200 പേജിൽ ബ്രാഞ്ചിന് അനുവദിച്ച നമ്പറുകൾ ഏതെല്ലാമാണെന്ന്. അങ്ങനെ 660 പേജുകൾ കൂടുതൽ ഈ DPRലുണ്ട്. അപ്പോൾ ഓരോ DPRലും വ്യത്യസ്തമായിട്ടാണ് അടിക്കേണ്ടത്. ഒരുപാട് സമയവും ഒരുപാട് കാലത്തെ പ്രയത്നവും കൊണ്ടാണ് നമ്മൾ ഈ DPR തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ 660 പേജുള്ള ഈ DPRന്
ഓരോന്നും വ്യത്യസ്ത കോപ്പികളായതുകൊണ്ട് ചുരുങ്ങിയത് 50 രൂപയെങ്കിലും ഒരു പേജിന് ചിലവ് വരുന്നു. 33,000 രൂപ കൂടുതൽ ഒരു DPR ഉണ്ടാക്കാൻ ചിലവ് വരുന്നു. വളരെ സൂക്ഷ്മമായിട്ട് വേണം DPR നിർമ്മിക്കാൻ. അപ്പോൾ 660 പേജിന് 50 രൂപ വെച്ചിട്ട് 33,000 രൂപയാണ് ഈ 660 പേജുള്ള DPR ഉണ്ടാക്കാനുള്ള നിർമ്മാണ ചെലവ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 40,000 രൂപയ്ക്കാണ് DPR നിർമ്മിച്ച് നൽകുന്നത്. അപ്പോൾ DPR കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത പറഞ്ഞാൽ ഈ DPR സെഗ്മെൻറ്റിൻ്റെ പ്രവേശന കവാടമാണ്. വെറും ഡീറ്റെയിൽസ് മാത്രമല്ല, സെഗ്മെൻറ്റിൻ്റെ പ്രവേശന കവാടമാണ് DPR. ഓരോ DPRനും ഓരോ നമ്പർ ഉണ്ടല്ലോ, കോഡ് നമ്പർ ഉണ്ടല്ലോ. ആ കോഡ് നമ്പർ ഏത് സെഗ്മെൻറ്റാണ് നമ്മൾ അനുവദിച്ചത്, ആ സെഗ്മെൻറ്റിൻ്റെ പ്രവേശന കവാടവും കൂടിയാണ്, പദ്ധതിയുടെ പ്രവേശന കവാടവും കൂടിയാണ് ഈ DPR. അതുകൊണ്ടാണ് DPRൻ്റെ പ്രത്യേകത, വലിയൊരു പ്രത്യേകത അതാണ്. രണ്ടാമത്, ഓരോ പേജുകളും വ്യത്യസ്തമായി അടിക്കുന്നത്. ഓരോ അംഗത്തിനും സമ്മാന പദ്ധതിയുടെ 100% സുതാര്യമായി കാണാനും സുരക്ഷിതത്തിനും വേണ്ടി ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഓരോ സെഗ്മെൻറ്റിനും ഓരോ DPR ആവശ്യവുമാണ്. പിന്നെ DPR എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ, നമ്മൾ 10 ലക്ഷം രൂപയാണല്ലോ നേരത്തെ 1% കമ്മീഷനിൽ ഒരു NBFC നൽകുന്നത്, നേരത്തെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ 2 ലക്ഷം രൂപ നൽകിയാണ് NBFC DPR വാങ്ങുന്നത്, ഒരു ജ്വല്ലറിയിൽ നിന്നും DPR വാങ്ങുന്നത്. ഈ 2 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപ DPR വിലയായി ജ്വല്ലറി ഈടാക്കുന്നു. ബാക്കി 30,000 രൂപ ഫസ്റ്റ് മാസത്തെ സമ്മാനത്തിനായി കെട്ടിവെക്കുന്നു. 30,000 ഇൻറ്റു 50,000 150 കോടി. ഇതുകൊണ്ട് 1000 പേർക്ക് 5 ലക്ഷം രൂപ വീതം 20 പവൻ നൽകാൻ കഴിയുന്നു. ബാക്കി 20,000 രൂപ കമ്പനി ചിലവിനും മറ്റും ചിലവാകുന്നു. അങ്ങനെയാണ് 2 ലക്ഷം രൂപ ലഭിക്കുന്നത്. അപ്പോൾ 1.5 ലക്ഷം രൂപയാണ് DPRന് NBFC നൽകുന്നത്. ഈ 10 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ കഴിച്ച് ബാക്കി 8 ലക്ഷം രൂപയെ പിന്നീട് NBFC നൽകുന്നുള്ളൂ. അപ്പം ബലത്തിൽ ഈ DPRന് 1.5 ലക്ഷം രൂപ നൽകുന്നുണ്ടെങ്കിലും ബലത്തിൽ ഫ്രീ ആണത്. ഇപ്പോൾ 8 ലക്ഷം രൂപയിൽ 4.2 ലക്ഷം രൂപ സമ്മാനത്തിന്, 80,000 രൂപ ഡിവിഷണൽ മാനേജർക്ക്. അപ്പോൾ 4.2 ലക്ഷം 80,000 5 ലക്ഷമായി. 5 ലക്ഷം 2 7 ലക്ഷം കഴിച്ച് 3 ലക്ഷം രൂപ പ്രവർത്തന ചെലവിന്, മൊത്തം 10 ലക്ഷം. 4.2 80,000 5 5 3 8 8 2 10 ലക്ഷം രൂപ ആ രീതിയിൽ ചിലവായി. ഇനി 80,000 രൂപ സബ് ഡിവിഷണൽ മാനേജർക്ക് നൽകുമ്പോൾ ഒരു മാസം ശരാശരി 20, ഒരു മാസം 40 മാസത്തേക്കാണല്ലോ. അപ്പോൾ ഒരു മാസം ശരാശരി 2,000 രൂപ സബ് ഡിവിഷണൽ മാനേജർക്ക് കിട്ടുന്നു. അപ്പോൾ 2,000 ഇൻറ്റു 100 2 ലക്ഷം രൂപ ഒരു സബ് ഡിവിഷണൽ മാനേജർക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ 50,000 സെഗ്മെൻറ്റ് NBFCക്ക് വേണ്ടിയിട്ട് 500 പേർക്ക് സബ് ഡിവിഷൻ മാനേജറായിട്ട് 2 ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു തൊഴിലവസരം ഈ പദ്ധതിയിലൂടെ നേടാം. കോഴിക്കോട് ആസ്ഥാനമായി ഈ 500 സബ് ഡിവിഷൻ മാനേജർമാരെ കണ്ടെത്തി പരിശീലിപ്പിച്ച് അവരാണ് 10 ജ്വല്ലറിക്ക് DPR കൈമാറുന്നത്. അപ്പോൾ ജ്വല്ലറി എന്ത് ചെയ്യുന്നു, 1.5 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ അടുത്ത് നിന്ന് DPR എടുക്കുകയാണെങ്കിൽ അവർക്ക് 1.5 ലക്ഷം രൂപ തിരികെ ലഭിക്കുകയും ഒരു DPR പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഒരു സെഗ്മെൻ്റ് ആണല്ലോ, 2,500 മാസത്തവണ 1000 പേര് 25 ലക്ഷം രൂപയുടെ ബിസിനസ് ജ്വല്ലറിക്ക് ലഭിക്കുന്നു. 10 DPRലൂടെ 2.5 കോടി. ഇനി 2 DPR ആണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ 50 ലക്ഷം രൂപയുടെ ബിസിനസ് മാസം തോറും ലഭിക്കുന്നു, കാലപരിധിയില്ലാതെ ലഭിക്കുന്നു. അത് മൂല്യവർദ്ധനവും ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ 1 ലക്ഷം ആയിരിക്കില്ല, 40 മാസം കഴിഞ്ഞാലുണ്ടാവും. അപ്പോൾ അത് 1.5 ലക്ഷമായി മാറും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബിസിനസ് ജ്വല്ലറിക്ക് കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ ഡിവിഷണൽ മാനേജർമാരിൽ നിന്നും 100 DPR 10 വീതം 10 NBFC 100 DPR വാങ്ങുന്നു.
അപ്പോൾ 100 DPRലൂടെ 10 മാനേജർമാർ അല്ല 100 DPR 10 ജ്വല്ലറിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അവരത് നേരെ NBFCക്ക് കൊടുക്കുന്നു. അപ്പോൾ NBFC 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ജ്വല്ലറിക്ക് ആ പൈസ മുതൽ മുടക്ക് തിരിച്ചു കിട്ടുകയും ഈ ബിസിനസ് കിട്ടുന്ന ഈ 25 ലക്ഷം രൂപയുടെ ബിസിനസ് 10 NBFCയിൽ നിന്നും കിട്ടുന്ന രീതിയിലാണ് എഗ്രിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാസത്തിലുണ്ടാകുന്ന ബിസിനസ് സ്വർണം നൽകേണ്ടത് ഈ ജ്വല്ലറിയാണ്. അതാണ് കരാറുണ്ടാക്കുക. അപ്പോൾ 10 DPR വാങ്ങി NBFCക്ക് കൊടുത്ത് പിന്നെ മാസം തോറും 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണ ബിസിനസ് ലഭിക്കുമ്പോൾ ഏത് ജ്വല്ലറിയാണ് അത് ഒഴിവാക്കുക? അപ്പോൾ 2.5 ലക്ഷം ജനസംഖ്യ പരിധിയിൽ ഒരു ജ്വല്ലറിക്ക് മാത്രമേ ഇതിനുള്ള അവസരമുള്ളൂ. ഇനി നമുക്ക് ചെറുങ്ങനെ രീതിയിൽ 2 DPR വാങ്ങിക്കഴിഞ്ഞാൽ ഒരു DPRന് ഏകദേശം 40,000 രൂപയാണ് ഞങ്ങളുടെ ചിലവും എല്ലാം കൂടി 50,000 രൂപ നൽകണം. അപ്പോൾ 50,000 × 2 1 ലക്ഷം രൂപ. അത് DPR അടിക്കുന്നതിന് മുമ്പേ ഒന്നിന് 35,000 രൂപ 35,000 × 2 70,000 രൂപ തരണം. പിന്നെ DPR അടിച്ചു കഴിഞ്ഞാൽ 30,000 രൂപ. അപ്പോൾ 1 ലക്ഷം രൂപ പിന്നെ 1 ലക്ഷം രൂപ ഈ രീതിയിൽ രണ്ടെണ്ണത്തിന് കിട്ടുന്നു. പിന്നെ 1 ലക്ഷം രൂപ ഷെയറും. അങ്ങനെ മൊത്തം 2 ലക്ഷം രൂപയാണ് 2 DPR വാങ്ങാൻ വേണ്ടി ഒരു ജ്വല്ലറി മുടക്കുകയെങ്കിൽ അവർക്ക് 1.5 ലക്ഷം വെച്ചിട്ട് 2 ജ്വല്ലറിയിൽ നിന്നും 2 NBFCയിൽ നിന്നും 3 ലക്ഷം രൂപ ലഭിക്കുന്നു. അതായത് മുടക്കിയ മുതൽ 1 ലക്ഷം രൂപ DPRന് 1 ലക്ഷം രൂപ കമ്പനി ഷെയറുമാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ 2 DPRൽ നിന്ന് 3 ലക്ഷം രൂപ കിട്ടുന്നു. അപ്പോൾ ഉടനെ തന്നെ അവർക്ക് 3 ലക്ഷം രൂപ NBFC ലഭിക്കുകയും 25 ലക്ഷം രൂപ × 2 DPRൽ നിന്നും 50 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണ ബിസിനസ് കലപരിധിയില്ലാതെ ലഭിക്കുകയും ചെയ്യും. ഇതിനകം നിങ്ങൾക്ക് DPRൻ്റെ പ്രത്യേകത, പ്രാധാന്യം, ആരാണ് ഉപഭോക്താവ്, എങ്ങനെയാണ് മാനേജ്മെൻറ്റ്, വില തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ. ഓരോ സെഗ്മെൻറ്റ് DPRും മംഗല്യനിധി പദ്ധതിയുടെ ഒരു ബാക്ക് ബോണാകുന്നു. വെറും 2 DPR 2 സെഗ്മെൻറ്റിന് വേണ്ട 2 DPR 1 ലക്ഷം രൂപ ഒന്നിന് 50,000 വെച്ച് 1 ലക്ഷം രൂപ മുടക്കുകയും 1 ലക്ഷം രൂപയുടെ കമ്പനി ഷെയർ എടുക്കുകയും ചെയ്യുന്ന ഒരു ജ്വല്ലറിക്ക് മൊത്തം മുടക്കിയത് 2 ലക്ഷം രൂപ. DPRൻ്റെ വില 1 ലക്ഷം, ഷെയർ 1 ലക്ഷം. അത് ഒരു മാസത്തിനകം ഒരു NBFCക്ക് കോഴിക്കോട് ആസ്ഥാന ഓഫീസിൽ വെച്ചിട്ട് കൈമാറുമ്പോൾ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു DPR 1.5 ലക്ഷം രൂപ വെച്ച് 3 ലക്ഷം രൂപ തിരികെ ലഭിക്കും. അതായത് 1 ലക്ഷം രൂപ ലാഭം. ഒരു മാസം കൊണ്ട് 2 ലക്ഷം മുടക്കി 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന അപൂർവം കാര്യം മാത്രം. 1 ലക്ഷം രൂപ ലാഭവും അതിനെല്ലാം ഉപരി ഓരോ മാസവും 2 സെഗ്മെൻറ്റിൽ നിന്നായി 25 ലക്ഷം രൂപ വീതം 50 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണ ബിസിനസ് മാസം തോറും ലഭിക്കുകയും ചെയ്യുന്നു. അത് 40 മാസം കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് മാറും. 1 ലക്ഷം അടുത്ത് 2 ലക്ഷം കയറും. അങ്ങനെ കോപ്പിറൈറ്റ് പീരീഡായ 15 വർഷം വരെ ഈ ജ്വല്ലറിക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും എന്ന് എഗ്രിമെൻറ്റ് ചെയ്താണ് DPR സെഗ്മെൻറ്റിന് കൈമാറുന്നത്. സെഗ്മെൻറ്റ് NBFCക്ക് ഓരോ 2 DPRും കൈമാറുന്നത് കോഴിക്കോട് ഓഫീസിൽ വെച്ചിട്ട്. അപ്പോൾ സെഗ്മെൻറ്റിൻ്റെ ഓർഗനൈസർ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് 25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുകയും അത് SBIയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് 2 ലക്ഷം രൂപ 2 സെഗ്മെൻറ്റ് DPR വാങ്ങുന്ന ഒരാൾക്ക് 2 ലക്ഷം രൂപ മുടക്കി 3 ലക്ഷം രൂപ തിരികെ ലഭിക്കുകയും 50 ലക്ഷം രൂപയുടെ ബിസിനസ് മാസം തോറും ലഭിക്കുകയും ചെയ്യുന്നത്. ഇത് കോഴിക്കോട് ഡിവിഷൻ്റെ കീഴിൽ 500 ജ്വല്ലറികൾക്ക് പ്രയോജനപ്പെടുത്താം. 500 × 2 1000. ഓരോ ഡിവിഷൻ്റെ കീഴിലും 1000 സെഗ്മെൻറ്റാണുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർ DPRനായി ഞങ്ങളുടെ ഓർക്കാട്ടിലുള്ള ഓഫീസുമായി ബന്ധപ്പെടുക. ഓരോ ഡിവിഷനും ഞങ്ങൾ ഓരോ മാനേജർമാരെ നിയമിച്ചിരിക്കുന്നു.
അവരുടെ പേരും അഡ്രസ്സും ഇതിലേ കാണാം. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ മാനേജറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.